സുദേവ, എന്നാ പിന്നെ മോന് കൈനീട്ടം കൊടുക്കുന്ന ചടങ്ങ് കൂടി ഇപ്പൊ അങ്ങ് ചെയ്തൂടെ? അതൊക്കെ എടുത്തിട്ടുണ്ടമ്മേ. ഇതാ മക്കളെ, ഒന്നിച്ചു വാങ്ങിക്കേ. സാറേ, ഇത് സാറിനുള്ളതാ. ഇതെന്താ സ്വർണ്ണമതിലോ? ഇതൊക്കെ എന്തിനാച്ചാ? എന്താ സുദേവ, കുട്ടികൾ അടുത്തു വരുന്നു, അവർക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കുന്നു, അത്രയല്ലേ ഉള്ളൂ വിഷുവിന് ചടങ്ങ്. അല്ലാതെ പിന്നെ ഇതൊക്കെ ഇത് ഞങ്ങളെല്ലാം കൂടി എടുത്ത് തീരുമാനാ സാറേ. ഞങ്ങളുടെ ഒരു സന്തോഷത്തിന്. വാങ്ങിക്ക് സാറേ. ആന്റിയെടുത്ത് പറയാം, നിനക്കൊക്കെ ശരിയാക്കി തരാം. സ്വർണം വില കൂടിയ സാരി. എന്താ വിജയ്, താഴെ എന്താ നടക്കുന്നേ? അതെ, ഞാനൊന്നിരുന്നോട്ടെ. വിജയേട്ടൻ എന്താ അതിന്റെ ഇടയിൽ ചെന്ന് കേറിയോ? അതോ ഏട്ടൻ എന്തെങ്കിലും ചെയ്തോ? എന്നാരും ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ താഴെ നടക്കുന്നതേ തൃശ്ശൂർ പൂരമാ, തൃശ്ശൂർ പൂരം. നീ കാര്യം എന്താന്ന് പറ. എന്റെ ആന്റി, അളിയൻ അവരുടെ കുടുംബത്തിലെ എല്ലാവർക്കും ഡ്രസ് കൊണ്ടുവന്നിട്ടുണ്ട്. വിഷു നമ്മുടെ കയ്യിൽ നിന്ന് പോയി, വിഷു അവര് തൂക്കി. ഈ നേരമായിട്ടും എനിക്ക് വിഷുവിനുള്ള ഡ്രസ്സ് എടുത്തിട്ടില്ല. ഓ, അതാ ഇപ്പൊ വലിയ കാര്യം. പിന്നെന്താ അവിടെ സംഭവിച്ചേ? ആന്റി, നമ്മൾ വിചാരിച്ചത് എന്താ, കൈനീട്ട കൊടുക്കാൻ വരുമ്പോ അവര് 10ഓ 50ഓ വച്ച് കൊടുക്കുമെന്നല്ലേ. പക്ഷെ അതല്ല, അളിയനിടാനുള്ള സ്വർണ്ണമോതിരം വരെ അവര് കൊണ്ടുവന്നിട്ടുണ്ട്. സ്വർണ്ണമോതിരോ? അവരോ? അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മുടെ മുമ്പില് ഭാര്യയുടെ വീട്ടുകാരെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടി അവൻ ചെയ്തതായിരിക്കും. അത് ശരിയായിരിക്കും മമ്മി. അല്ലെങ്കിൽ തന്നെ ഡാഡിയുടെ ഷെൽഫിൽ നിന്ന് കുറച്ച് പണം എടുത്ത് ഏട്ടന് കൊടുക്കാൻ അവൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? പിന്നല്ലാതെ. ഇന്ദ്രജെ, അളിയൻ അവക്ക് എടുത്തു വെച്ചിരിക്കുന്ന സാരി ഒന്ന് കാണണം. എന്റെ കണക്കുകൂട്ടലിൽ ഏകദേശം ഒരു 50,000 രൂപയെങ്കിലും കാണും. 50,000 രൂപയോ? എനിക്ക് അവൻ കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന സാരി വേറെ 24,000 രൂപയുടേതാ. അതിന്റെ വില നിനക്കെങ്ങനെ അറിയാം? അതെന്റെ കൈ തന്നല്ലോ മമ്മി. അപ്പം ഞാൻ അതിന്റെ പ്രിന്റ് വില ഒന്ന് നോക്കിയായിരുന്നു. അത് വിലയാണോ അതിന്റെ ബ്രാൻഡ് നമ്പർ ആണോ എന്ന് അറിഞ്ഞൂടാ. എന്തായാലും 24,000 എന്ന് ഞാൻ കണ്ടു. ഇന്ന് രാത്രി എന്തേലും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വിഷുവിന്റെ അന്ന് രാവിലെ നമ്മൾ കണി കാണേണ്ടതേ ആ വേലക്കാരിയുടെ കുടുംബത്തെ ആയിരിക്കും. അതിനേക്കാൾ നല്ലത് നമ്മൾ ഈ 4 പേരും കൂടി തൂങ്ങി ചാവുന്നതാ. തൽക്കാലം ആന്റി, നമ്മുടെ കയ്യിൽ ഈ ഒരു മുറിയല്ലേ ഉള്ളൂ. ഇതിലെല്ലാരും കൂടെ തൂങ്ങുക എന്നൊക്കെ പറഞ്ഞ ഇവിടെ ഫാന്റെ ക്ലാമ്പും കുറവാ. ഒന്നിനും പറ്റിയില്ലെങ്കിൽ ഉറക്കത്തില്ലെങ്കിലും വെട്ടിയരിഞ്ഞു കൊല്ലണം എല്ലാത്തിനും. എന്നിട്ട് ജയിലിൽ ചെന്ന് കിടന്നാലും കുഴപ്പമില്ല. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നാണക്കേടാ സംഭവിക്കാൻ പോന്നെ. സർ, ഈ ഒരു ചെറിയ മോതിരം അച്ഛന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്രയും തർക്കിക്കേണ്ട ആവശ്യമുണ്ടോ? എത്ര സന്തോഷത്തോടെ ഇവരിത് കൊണ്ടുവന്നത്. എടോ, അച്ഛൻ തന്ന ഡ്രസ്സൊക്കെ ഞാൻ വാങ്ങിച്ചില്ലേ?
കൈനീട്ടം വാങ്ങിച്ചില്ലേ അതുപോലെ. സൂര്യ, നീ അത് മേടിക്ക്. ഇല്ലെങ്കിൽ അവരുടെ മനസ്സ് ഉടഞ്ഞു പോകും. കൈ നീട്ടി കൊടുക്കേട്ടാ. ഓക്കെ. അയ്യോ 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 സാറേ വേണ്ട. എന്തായി കാണിക്കുന്നേ? അതൊന്നും വേണ്ട. അതെങ്ങനെയാ അച്ഛാ ശരിയാവുന്നേ? നന്ദിനിക്ക് അച്ഛൻ കൈനീട്ടം കൊടുക്കുമ്പോ അച്ഛന്റെ കാല് തൊട്ട് വന്നിച്ചില്ലേ? അതേ അവകാശം തന്നെയല്ലേ എനിക്കുള്ളത്. എന്നാൽ സാറേ ഒരെന്നാലും ഇല്ല. അനുകരിക്കണം അച്ഛാ. നന്നായി വരട്ടെ. എന്റെ അച്ഛന് എന്റെ മനസ്സിൽ എന്ത് സ്ഥാനമാണോ അത് തന്നെയാണ് നന്ദിനിയുടെ അച്ഛനോടും. നിങ്ങളെ എനിക്ക് വേർതിരിച്ച് കാണാൻ പറ്റില്ല അച്ഛാ. അതുകൊണ്ട് തന്നെയാ ഒരു വിഷു ആഘോഷിക്കണമെന്ന് മനസ്സറിഞ്ഞ് തീരുമാനിച്ചപ്പോ നിങ്ങളും കൂടെ ഉണ്ടാവണമെന്ന് ഞാൻ പറഞ്ഞത്. ആ ഇനി ഈ വീട്ടിലേക്ക് ഇട്ടോ. കൊള്ളാം. നന്ദിനി, കൊള്ളാമോ? എങ്ങനെയുണ്ട്? ഇത്രയും ചെറിയൊരു മോതിരം സാർ ഇട്ടതന്നെ ഞങ്ങളുടെ ഒരു ഭാഗ്യം. അല്ല പിന്നെ തന്റെ വീട്ടുകാർ എന്താ കൊണ്ടുവരേണ്ടിയിരുന്നത്? കിരീടോ? എടോ, എനിക്ക് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ കിട്ടിയ ഈ സമ്മാനത്തിന് എന്റെ മനസ്സിൽ എന്ത് വിലയാണെന്ന് തനിക്കറിയില്ല. എടോ, ഞാൻ തന്നോട് പറഞ്ഞിട്ടില്ലേ, താൻ എന്നേക്കാൾ കുറഞ്ഞോളുമല്ല, ഞാൻ തന്നേക്കാൾ കൂടിയോനുമല്ല. അതാണ് നമ്മൾ തമ്മിലുള്ള ബന്ധം. അല്ലേ മുത്തശ്ശി? ആ ഇപ്പൊ അത് ശരിയാ മോനെ. അതെന്താ ഇപ്പൊ ശരിയാന്ന് പറഞ്ഞു? ആ അതൊക്കെ ഉണ്ട്. അതെ, എന്റെ മോനും എന്റെ മോക്കും അറിയാം. അതെന്താ? ഞങ്ങളോട് പറ മുത്തശ്ശി. അതെ, ഇപ്പൊ എനിക്ക് പറയാൻ സൗകര്യമില്ല. പക്ഷേ ഈ വിഷു കഴിഞ്ഞ് ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നതിനിടയില് ഞാൻ ചിലതൊക്കെ പറയും. അപ്പൊ മക്കളെ, എല്ലാവരും എല്ലാവരുടെയും സമ്മാനങ്ങൾ കൊണ്ടുപോയി വെക്കും. എന്നിട്ട് നാളത്തെ കൂടി കഴിഞ്ഞ് അതിമനോഹരമായ ഒരു വിഷു. ആ വാ, അടിച്ചു പൊളിക്കാം നമുക്ക്.